ഭാഗ്യം ചെയ്ത പുണ്യാത്മാക്കളെ, ശ്രീമദ് ഭാഗവതത്തിലെ വിതുരമൈത്രേയ സംവാദ രൂപത്തിൽ പൃഥുവിൻ്റെ ചരിതം കേട്ടു. പിന്നീട് ആ വംശത്തിൽ ജനിച്ച പ്രചേതസ്സുകളുടെ കഥ പറയുമ്പോഴാണ് രുദ്രഗീതം എന്ന് വളരെ വിശേഷപ്പെട്ടതായ ഒരു സ്തുതി, ഒരു സ്തോത്രം നമുക്ക് പറഞ്ഞു തന്നു. പ്രാചീന ബർഹിസിന്റെ പുത്രന്മാരാണ് പ്രചേതസ്സുകൾ. ഈ പ്രചേതസ്സുകൾ 10 പേരാണ്. ഭക്തിമാർഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടി അവർ ദേശദേശങ്ങളിൽ നിന്ന് സഞ്ചരിച്ച് തെക്ക് കിഴക്കേ സമുദ്രഭാഗത്ത് ഒരു തീർത്ഥക്കരയിൽ വന്നു. അവിടെ വെച്ച് തീർത്ഥത്തിൽ നിന്ന് സ്നാനം ചെയ്ത് വരുന്നവരായിരിക്കുന്ന ലോകമാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ കണ്ടു. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് ഭാഗവതോത്തമന്മാരുടെ മഹിമയെക്കുറിച്ച് പ്രശംസിച്ച് ആ പ്രചേതസ്സുകൾക്ക് ഭഗവാൻ കൈലാസത്തിലിരുന്ന് സ്തുതിക്കുന്ന വിഷ്ണു സ്തോത്രം ആ പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുത്തു. അത് രുദ്രനാൽ പ്രകീർത്തനം ചെയ്തതിനാൽ രുദ്രഗീതം എന്ന് അറിയപ്പെടുന്നു. ആ രുദ്രഗീതത്തെ ജപിച്ചുകൊണ്ട് പ്രചേതസ്സുകൾ ആ തീർത്ഥത്തിൽ തപസ് ആരംഭിച്ചു. അന്ന് പ്രചേതസ്സുകൾക്ക് ദർശനം കൊടുത്ത പാർവതീ പരമേശ്വരന്മാർ രുദ്രഗീതം ചൊല്ലിക്കൊടുത്ത ആ തീർത്ഥം ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള മമ്മിയൂരാണ് എന്ന് പറയുന്നു. ആ മമ്മിയൂരാണ് ഭഗവാനും ഭഗവതിയും പ്രത്യക്ഷപ്പെട്ടത്. പ്രചേതസ്സുകൾ തപസ് ചെയ്ത തീർത്ഥം ഗുരുവായൂരിലെ തീർത്ഥക്കുളമാണ് എന്നും ഒരു ഐതിഹ്യം. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂർ പോയി തൊഴുത് ഭഗവതിയുടെ നടക്കൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിഞ്ഞ് മമ്മിയൂരപ്പനെ തൊഴും. ധൃതിയുള്ളവർ അവിടെ നിന്ന് തൊഴുതോളൂ എന്നാവണം പഴയ കാലത്തെ ആളുകൾ ഉദ്ദേശിച്ചത്. മമ്മിയൂരപ്പനെ കാണണമെങ്കിൽ മമ്മിയൂര ക്ഷേത്രത്തിൽ തന്നെ പോയി തൊഴണം അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇല്ലത്തിരുന്ന് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തൊഴുതാൽ പോരെ, എവിടേക്കും പോകേണ്ട കാര്യമില്ലല്ലോ. ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെയല്ലേ. പക്ഷെ ആ ക്ഷേത്ര പ്രകൃതിയിലേക്കും ആ ഐതിഹ്യം ഉറങ്ങുന്ന മണ്ണിലേക്കും ഈ ഭാവനകളോടുകൂടി നമ്മൾ എത്തിച്ചേർന്ന് തൊഴുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഭക്തി പുഷ്ടിപ്പെടുക. അതുകൊണ്ടാണ് ഓരോ ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ദിക്കുകൾക്ക്, ദേശങ്ങൾക്ക്, ഗ്രാമങ്ങൾക്ക് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനവധി കഥകൾ പറയാനുണ്ടാവും, ഐതിഹ്യങ്ങളുണ്ടാവും. ഇപ്പൊ മമ്മിയൂരപ്പന്റെ ഐതിഹ്യം ഇതാണ് എന്ന് ഭാഗവതോത്തമന്മാർ പറയാറുണ്ട്. പ്രചേതസ്സുകൾ ഭക്തിയോഗത്തിൽ അധിഷ്ഠിതമായ തപസ് ആരംഭിച്ചു. പക്ഷെ പ്രചേതസ്സുകളുടെ അച്ഛൻ പ്രാചീന ബർഹിസാണ്. ഈ പ്രാചീന ബർഹിസാകട്ടെ അനവധി തരത്തിലുള്ളതായ യാഗകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പുണ്യലോകങ്ങൾ നേടാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. യാഗം ചെയ്താൽ സ്വർഗം കിട്ടുമെന്നാണ് കർമ്മമാർഗത്തിൽ പറയുന്നത്. സ്വർഗകാമോ യജേത എന്ന് പ്രമാണം. സ്വർഗത്തിനായിക്കൊണ്ട് യാഗങ്ങൾ ചെയ്യണം എന്ന്. ഈ പ്രമാണം അനുസരിച്ചാണ് പ്രാചീന ബർഹിസ് യാഗങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നത്. പക്ഷെ ക്രിയായോഗത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. യാഗങ്ങൾ ചെയ്ത് പുണ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ പുണ്യത്തിൻ്റെ ഫലമായി സ്വർഗലോകം ലഭിക്കുന്നു. അത് പുണ്യലോകമാണ്. പുണ്യകർമ്മങ്ങളുടെ കാലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ പുണ്യങ്ങൾ ക്ഷയിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വിവിധ ശരീരങ്ങളെടുത്ത് ജനിക്കേണ്ടി വരുന്നു. ക്രിയായോഗത്തിൻ്റെ ഈ സ്വരൂപം മനസ്സിലാക്കാതെയാണ് പ്രാചീന ബർഹിസ് അനവധി യാഗങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഫലാകാംക്ഷയോടുകൂടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കർമ്മഠന്മാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് പൃഥുജുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ പൃഥു ചക്രവർത്തി 100 യാഗങ്ങൾ ചെയ്തു, പക്ഷെ 100ാമത്തെ യാഗം പൂർത്തിയാക്കിയില്ല. ഏകോന ശതക്രതു എന്ന വിശേഷണത്തോടുകൂടി 99 യാഗങ്ങൾ ചെയ്ത് പിന്നെ അദ്ദേഹം യാഗശാലയിൽ ഇരുന്നു കൊണ്ടാണ് പ്രജകളെ ഭരിച്ചത്. ഏറ്റവും ലളിതമായിരിക്കുന്ന ജീവിതം നയിച്ച് ആ പ്രജകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ശാസ്താവായിരുന്നു പൃഥു ചക്രവർത്തി. ഇങ്ങനെ പൃഥു പരിപൂർണ ഭക്തിഭാവത്തോടുകൂടി യാഗശാലയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അരികത്തേക്ക് സനകാദി ഋഷീശ്വരന്മാർ വരികയുണ്ടായി. ഈ സനകാദി ഋഷീശ്വരന്മാർ പൃഥു ചക്രവർത്തിക്ക് ക്രിയായോഗത്തിൻ്റെ ശരിയായിരിക്കുന്ന തത്വം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. കർമ്മങ്ങൾ ചെയ്താൽ കർമ്മഫലം അനുഭവിക്കണം. സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ സൽക്കർമ്മത്തിൻ്റെ പുണ്യഫലങ്ങൾ അനുഭവിക്കുന്നു. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ പാപഫലങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ഈ കർമ്മം ബന്ധനത്തിന് കാരണമാകുന്നുണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ക്രിയായോഗത്തിന് ഇത്രയധികം പ്രസക്തി ആളുകൾ പറയുന്നത്? പൃഥുവിൻ്റെ ചോദ്യം കേട്ട് സനകാദികൾ പറയുന്നു, ക്രിയായോഗം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ബ്രഹ്മാവും പ്രജാപതിമാരും ഇന്ദ്രൻ, വരുണൻ, അഗ്നി, യമൻ, വരുണൻ, വായു മുതലായിരിക്കുന്ന ദേവതാവർഗങ്ങളും എല്ലാവരും കർമ്മപാശത്താൽ ബന്ധിതരാണ്. പക്ഷെ കർമ്മം എങ്ങനെ ചെയ്യണം? ഫലാകാംക്ഷയില്ലാതെ ചെയ്യണം. ഇന്നത് കിട്ടും അത് കിട്ടണം എന്ന ഭാവത്തോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ ശ്രദ്ധയില്ലാതാവും. ആ ഫലത്തിലാണ് നമ്മുടെ ശ്രദ്ധ. അപ്പൊ അതുകൊണ്ട് കർമ്മത്തിലുള്ള ഈ അശ്രദ്ധ മൂലം പലതരത്തിലുള്ളതായ ച്യുതികളും നമുക്ക് സംഭവിക്കാനിടയുണ്ട് എന്നാണ് സൂചന. അതുകൊണ്ടാണ് മാ ഫലേഷു കഥാചന എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജോലി ചെയ്താൽ കൂലി വാങ്ങരുത് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളൊരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഫലം കിട്ടുമല്ലോ, എപ്പോഴാ കിട്ടുക, എങ്ങനെയാ കിട്ടുക, എന്താ കിട്ടുക എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന് കർമ്മം ചെയ്താൽ കർമ്മത്തിന് ശ്രദ്ധയുണ്ടാവുമോ? അതാ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ സാമാന്യമായിരിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴാണ് കർമ്മം എന്ന വാക്കിന് ജോലി എന്ന അർത്ഥം കൽപ്പിക്കുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ജോലി എന്ന് മാത്രമല്ല അർത്ഥം. നമ്മുടെ കണ്ണ് ചെയ്യുന്ന കർമ്മമാണ് കാഴ്ച, അല്ലേ? ചെവി എന്ന ഇന്ദ്രിയങ്ങളിലൂടെ കേൾവി എന്ന കർമ്മം, എല്ലാം കർമ്മമാണ്. ശ്വാസോച്ഛ്വാസം, ചിന്ത, വിചാരം, ഇതൊക്കെ കർമ്മമാണ്. അങ്ങനെയുള്ള രീതിയിൽ കർമ്മത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടി ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളെ നിയന്ത്രിച്ച് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി ഈശ്വരീയമായിരിക്കുന്ന അനുഭവത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇന്ദ്രിയങ്ങളെയും മനോവിചാരവികാരങ്ങളെയും അതിലേക്ക് ചേർത്ത് നിർത്തുന്ന വിധം നമ്മുടെ പൂർവികർ ആചരിച്ചു വന്ന കർമ്മങ്ങളെയാണ് ക്രിയായോഗമായി പറയുന്നത്. ലളിതമായ ഒരു വ്യാഖ്യാനമാണ്. അതാണ് പൂജാതി കർമ്മങ്ങൾ. ഈശ്വരനെ പഞ്ചോപചാരമായി പൂജ ചെയ്യുന്നു, ഷോഡശോപചാരമായി പൂജ ചെയ്യുന്നു. അഗ്നിയിൽ ഭഗവാനെ സങ്കല്പിച്ച് സ്വാഹ എന്ന മന്ത്രത്തോടുകൂടി ഈശ്വരന്മാരെ പ്രീതിപ്പെടുത്തുന്ന യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നു. ഇതൊന്നും കൂടാതെ വൈദിക ക്രിയകളുണ്ട്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ വൈജ്ഞാനികമായും ആചാരപരമായും ഒക്കെ സംസ്കരിക്കപ്പെടേണ്ടതുണ്ട്. ആ സംസ്കാരങ്ങളാണ് ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഗർഭാധാനം മുതൽ ജാതകർമ്മം,
നാമകരണം, അന്നപ്രാശനം എന്ന് വെച്ചാൽ ചോറൂണ്, വിവാഹം, ഇതൊക്കെ ഷോഡശോപചാരങ്ങളാണ്, ഷോഡശ സംസ്കാരങ്ങളാണ്. ഈ സംസ്കാരങ്ങളിലൂടെ ആണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഈ ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരും അതിൻ്റെ സ്വഭാവവും അത് ചെയ്യുന്ന രീതികളും വ്യത്യസ്തമാണെന്ന് മാത്രം. കാരണം ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിച്ച അതേപോലെ അല്ലല്ലോ. ആ കുഞ്ഞ് ശുദ്ധീകരിക്കപ്പെടണം. ആ കുഞ്ഞിന് ജന്മം കൊടുത്ത അമ്മയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? സ്വസ്ഥതയാണ്. മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന സ്വാസ്ഥ്യമാണ് ശുദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ സ്വാസ്ഥ്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ചെയ്യുന്നുണ്ട്. അവയുടേതായ പ്രാകൃതികമായ അറിവ് വെച്ചുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി മനുഷ്യന് വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് പോകുന്നു. വൈദിക ക്രിയയിൽ അതിനെ ഉപനയനം എന്ന് പറയുന്നു. ഉപനയനം എന്ന് പറഞ്ഞാൽ ലൗകിക, അലൗകിക, ആനയനം, ഉപനയനം എന്നൊക്കെ, ഉപനയനം എന്ന വാക്കിന് വ്യാഖ്യാനങ്ങളുണ്ട്. ലൗകിക വിഷയങ്ങളിൽ നിന്നൊക്കെ വൈജ്ഞാനികമായ വിഷയങ്ങളിലേക്ക് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നയിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതായ ക്രിയ, അതാണ് ഉപനയനം. പൂണിലിടുക. എന്നിട്ട് ഗുരുകുലത്തിൽ പോകുന്നു, പഠിക്കുന്നു, അല്ലേ? വേദം പഠിക്കുന്നു, ഉപനിഷത്തുകൾ പഠിക്കുന്നു. അത് പഴയ കാലമാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പൂണൂലിട്ടാലും ഇല്ലെങ്കിലും നമ്മളൊക്കെ ഉപനയിക്കപ്പെടുന്നു. എവിടെ? സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നു. പഠനകാലം അത് വിഷയങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആസക്തികളെ നിയന്ത്രിച്ച് പഠിക്കാനുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചാൽ മാത്രമേ നമുക്ക് ഭാവി ജീവിതത്തിലേക്കുള്ളതായ ഒരു വ്യക്തിത്വം രൂപപ്പെടുകയുള്ളൂ. ഇത് സാമൂഹികമായ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം. പഴയ കാലത്ത് ഈ സാമൂഹിക ശാസ്ത്രങ്ങൾ പഠിക്കുന്ന ആളുകളിൽ ചില ആളുകൾ ആധ്യാത്മികമായിരിക്കുന്ന അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെയുള്ളവർ വേദവും ഉപനിഷത്തും മാത്രം ഗ്രഹിച്ച് അതിലൂടെ ഈശ്വരാനുഭവത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ ഒഴിഞ്ഞുവെക്കുന്നു. അങ്ങനെയുള്ളവർ അത്തരത്തിലുള്ളതായ കർമ്മങ്ങൾ ചെയ്യും. എന്തായാലും കർമ്മങ്ങൾ ചെയ്യാതെ ഈ ലോകത്താർക്കും ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ ക്രിയായോഗത്തിന്റെ കുഴപ്പമെന്താ? സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ച് ക്രിയകൾ ചെയ്താൽ, യാഗങ്ങൾ ചെയ്താൽ സ്വർഗം കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ അതോടൊപ്പം ഒരു കുഴപ്പം കൂടിയുണ്ട്. പുണ്യങ്ങളെ ക്ഷയിച്ച് വീണ്ടും ജനിക്കണം. വീണ്ടും ഇത് തന്നെ. ഫലാകാംക്ഷയില്ലാതെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാവത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിലോ ലോകം മുഴുവൻ നല്ലതായിരിക്കണം എന്ന പ്രാർത്ഥനയാണ്. ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റേതായിരിക്കുന്നതായ സത്ഫലങ്ങൾ നമ്മളെ തേടിയെത്തും. നമ്മളത് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല എന്നർത്ഥം. ഇപ്പൊ ഫലാകാംക്ഷയോടെയുള്ള കർമ്മങ്ങൾ എങ്ങനെയാണ്? ചില തെരുവ് നായ്ക്കളെ കണ്ടിട്ടില്ലേ? അവ ഇങ്ങനെ ഓടി നടന്ന് ഓരോ സ്ഥലത്തും പോയി കുരച്ചുകൊണ്ടിരിക്കും. വീടിൻ്റെ മുമ്പിൽ പോയി കുരയ്ക്കും, പല കടയുടെ മുമ്പിൽ പോയി കുരയ്ക്കും, ഭോജനശാലയുടെ മുമ്പിൽ പോയി കുരയ്ക്കും. കുറേ കുരയ്ക്കുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ വല്ല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. അതോടൊപ്പം എന്തും കിട്ടും? ചില സ്ഥലത്ത് നിന്ന് കല്ലേറും കിട്ടും, അടിയും കിട്ടും. അപ്പൊ ഫലാകാംക്ഷയോടുകൂടി യാഗാദി കർമ്മങ്ങൾ, യജ്ഞാദി കർമ്മങ്ങൾ, പൂജാദികളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം കിട്ടില്ല എന്നല്ല, ആ ഫലത്തോടൊപ്പം ഫലത്തെ കാക്ഷിച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്ന മാനസികമായ വിചാരങ്ങളുണ്ടല്ലോ, അതിലൂടെ ഈ സത്ഫലങ്ങൾ മാത്രമല്ല ചില ദുഷിച്ച ഫലങ്ങൾ കൂടി നമ്മളെ തേടിയെത്തും. ഇത് പൃഥുചക്രവർത്തിക്ക് ഉപദേശിച്ചു കൊടുത്തു സനകാദൃഷീശ്വരന്മാരെ. അതുകൊണ്ട് പൃഥുചക്രവർത്തി തൻ്റെ യജ്ഞാദി കർമ്മങ്ങളെ മുഴുവൻ ലോകസുഖത്തിനായി സമർപ്പിച്ച ആളാണ്. അത് മനസ്സിലാക്കാത്ത ആളായിരുന്നു ഈ പ്രാചീന ബർക്കിസ്. അനവധി യജ്ഞങ്ങൾ ചെയ്ത് കിഴക്കോട്ട് തിരിച്ചിട്ട ദർഭപ്പുല്ലുകൊണ്ട് ഭൂമിയെ മൂടിയവൻ എന്നർത്ഥം വരുന്ന പ്രാചീന ബർക്കിസ് എന്ന പേരോട് കൂടിയവനായിരുന്നു. ഒരു ദിവസം നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ അരികിലെത്തി. കാരണം ഈ പ്രാചീന ബർക്കിസിൻ്റെ മക്കൾ പ്രചേതസ്സുകൾ 10 പേര് മമ്യൂരപ്പനിൽ നിന്ന് രുദ്രഗീതം സ്വീകരിച്ച് തപസ് ചെയ്യാണ്. അച്ഛനോ കർമ്മഠനായി ഇപ്പോഴും ഇങ്ങനെ ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ചു. നാരദ മഹർഷി വന്ന് ഈ പ്രാചീന ബർക്കിസിനെ ഉദ്ബോധിപ്പിച്ചു.
അങ്ങ് പറയുന്നതായി ഈ കർമ്മങ്ങളെ കൊണ്ട് സ്വർഗം മാത്രമല്ല അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത്, ഈ കർമ്മഫലത്തെ ഇച്ഛിച്ച് ചെയ്തതായതുകൊണ്ട് പല ദുഷിച്ച ഫലങ്ങൾ അങ്ങക്ക് അനുഭവിക്കേണ്ടി വരും. അതിനുവേണ്ടി നരക ലോകങ്ങളൊക്കെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രാചീന ബർഹിസിന് പേടിയായി. അദ്ദേഹം ചോദിച്ചു, ഞാൻ വേദവിധി പ്രകാരമുള്ള കർമ്മങ്ങളല്ലേ ചെയ്തത്, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് നരകങ്ങൾ വിധിക്കപ്പെട്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങ് കർമ്മത്തിൽ ശ്രദ്ധിക്കാതെ കർമ്മഫലത്തിൽ ശ്രദ്ധിച്ച് ചെയ്തതുകൊണ്ട് സ്വാർത്ഥമായിരിക്കുന്ന ഫലങ്ങളെ ഉദ്ദേശിച്ചാണ് കർമ്മങ്ങൾ ചെയ്തത് അല്ലേ. എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം എന്ന സ്വാർത്ഥത, അതാണ് അങ്ങയുടെ ഈ ദുഷിച്ച ഫലങ്ങൾ കിട്ടാനുള്ള കാരണം. എന്നെ തൊട്ട് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി ഒന്ന് സ്പർശിച്ച് പ്രാചീന ബർഹിസ് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ കാത്തിരിക്കുന്നു നരകാദി ലോകങ്ങളിൽ അനവധി തരത്തിലുള്ള യാതനകൾ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് നാരദ മഹർഷിയെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നാരദ മഹർഷി എന്ത് ചെയ്തു, എന്താണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ജീവിതം ലഭിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായി ചെയ്യേണ്ടത് എന്ന് ഉദ്ബോധിപ്പിക്കാൻ ഒരു ചെറിയ കഥ പറഞ്ഞു കൊടുത്തു. ആ കഥ ഞാൻ ചുരുക്കി പറയാം. പുരഞ്ജനോപാഖ്യാനം എന്നാണ് അതിൻ്റെ പേര്. പണ്ട് പുരഞ്ജനൻ എന്ന് പേരുള്ളതായ ഒരു രാജാവ് ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം അനവധി തരത്തിലുള്ളതായ വീടുകൾ ഉണ്ടാക്കും, അവിടെ താമസിക്കുന്നു. ചിലത് കൊട്ടാരങ്ങളായിരുന്നു, 4 കാലുള്ളവ 8 കാലുള്ളവ അങ്ങനെയുള്ള കൊട്ടാരങ്ങളൊക്കെ പണിത് അതിലൊക്കെ താമസിക്കും. മടുത്തു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കും, വേറൊന്നിലേക്ക് പോകും. ഇങ്ങനെയായിരുന്നു പുരഞ്ജനൻ. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഹിമാലയത്തിൻ്റെ താഴ്വര പ്രദേശത്ത് നവമുഖി എന്ന് പേരുള്ളതായ ഒരു കൊട്ടാരം കണ്ടു. 9 കവാടങ്ങൾ ഉണ്ടായിരുന്നു അതിന്. അതിന് പ്രധാന കവാടത്തിൽ 5 തലയുള്ളൊരു സർപ്പം കാവലുണ്ടായിരുന്നു. അനേകം ഭൃത്യന്മാരോടുകൂടി ചുറ്റപ്പെട്ടതായ ആ കൊട്ടാരത്തിൻ്റെ മുറ്റത്തെ ഉദ്യാനത്തിൽ തോഴിമാരോടൊപ്പം പാട്ടും പാടി വിഹരിക്കുന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. പുരഞ്ജൻ എന്ന രാജാവിന് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. ആ പെൺകുട്ടിക്ക് രാജാവിനെ കണ്ടപ്പോൾ രാജാവിനോടും ഇഷ്ടം തോന്നി. രണ്ടുപേരും ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്ത് ആ കൊട്ടാരത്തിൽ താമസിക്കാൻ തുടങ്ങി. നാരദ മഹർഷി ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ് പ്രാചീന ബർഹിസിന്. നാരദ മഹർഷി പറഞ്ഞു കൊടുത്തതുപോലെ അല്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് ചുരുക്കി പറയുകയാണ്, കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അല്ലേ. ദാർശനിക കഥകളൊക്കെ പറഞ്ഞ് അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ളതായ ജ്ഞാന സംസ്കാരം നമുക്ക് വേണ്ടതുപോലെ ആർജിച്ചിട്ടില്ല. ഭാഗവതം എത്ര പ്രാവശ്യം കേൾക്കണം, ഒന്ന് കഥ കേൾക്കുമ്പോഴേക്കും അതിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് എത്തണമെങ്കിൽ. അപ്പം അത്രത്തോളമൊന്നും ഉപാസിക്കാൻ നമുക്ക് ജീവിതത്തിൽ സാധിച്ചിട്ടില്ല ഭാഗവതത്തെ. അതുകൊണ്ട് ലളിതമായൊരു മുത്തശ്ശിക്കഥ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഈ ഉദ്യാനത്തിൽ കണ്ട പെൺകുട്ടിയോടൊപ്പം രാജാവ് പുരഞ്ജനപുരത്തിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ആ പെൺകുട്ടിയെ രാജാവ് വിളിച്ചത് പുരഞ്ജനി എന്നാണ്. രാജാവിൻ്റെ പേര് പുരഞ്ജനൻ, രാജാവിൻ്റെ പത്നിയുടെ പേര് പുരഞ്ജനി. ആ കൊട്ടാരത്തിൽ ഇങ്ങനെ സുഖമായി കഴിയുകയാണ്. പാഞ്ചാലം, മാഗധം മുതലായിരിക്കുന്ന അനവധി ദേശങ്ങളിൽ നിന്നുള്ളതായ നികുതിപ്പണം ഇഷ്ടം പോലെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് സുഖമായി രാജാവും രാജ്ഞിയും അവിടെ കഴിയുകയാണ്. അനേകം മക്കളുണ്ടായി. ഉണ്ടായ മക്കൾക്കൊക്കെ ഓരോ അന്തഃപുരം പണിത് അവിടെ താമസിപ്പിച്ചു. ഒരു ദിവസം രാജാവ് തൻ്റെ ധർമ്മപത്നിയോട് ചോദിക്കാതെ ഒരു രഥത്തിലേറി നായാട്ടിന് പുറപ്പെട്ടു പോയി. അത് രാജകുമാരിക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം ഈ രാജാവ് രാജകുമാരിയെ വിവാഹം കഴിച്ച അന്ന് മുതൽ രാജകുമാരി ചിരിച്ചാൽ രാജാവ് ചിരിക്കും, രാജകുമാരി ദേഷ്യപ്പെട്ട രാജാവ് ഇങ്ങനെ വിനീതഭാവത്തിൽ നിൽക്കും. രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ടതാണ് രാജാവിന് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെയായിരുന്നു. എന്തിനും ഏതിനും ഈ പുരഞ്ജനിയോട് ചോദിച്ചിട്ടല്ലാതെ പുരഞ്ജനൻ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോഴാണ് നായാട്ടിന് പുറപ്പെട്ടു പോയി. രാജാവ് നായാടാൻ വേണ്ടി കാട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ണിൽ കണ്ട മൃഗങ്ങളെ മുഴുവനും ഹിംസിച്ചിങ്ങനെ ആസ്വദിച്ച്
നായാടി തളർന്ന് തിരിച്ചു വരിക. തിരിച്ചു വരുന്ന സമയത്തോ പുരഞ്ജനിയെ കാണാനില്ല. തോഴിമാരോട് ചോദിച്ചു. അപ്പൊ തോഴിമാര് പുരഞ്ജനിയുള്ള ദിക്ക് കാണിച്ചു കൊടുത്തു. അന്തഃപുരത്തിലാണ്. ഏതാ അന്തഃപുരം? കോപാകാരം. അങ്ങനെയാണ് ഈ രാജകുമാരിമാർക്ക് കിടക്കാൻ കുറെ അന്തഃപുരങ്ങളുണ്ട് അത്രേ. ദേഷ്യം വന്നാൽ കിടക്കാൻ കോപാകാരം, ദുഃഖം വന്നാൽ കിടക്കാൻ ദുഃഖാകാരം, അത്ഭുതം വന്നാൽ കിടക്കാൻ അത്ഭുതാകാരം, സന്തോഷം വന്നാൽ കിടക്കാൻ സന്തോഷാകാരം. ഇപ്പൊ ഇവിടെ കോപാകാരത്തിലാ. രാജാവിന് മനസ്സിലായി, ഷോ എന്താ ചെയ്യുക, ചോദിക്കാതെ പോയേന്റെയാ. ചെന്ന് നോക്കിയപ്പോൾ നടുമുറ്റത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് വെറും മണ്ണിൽ കിടക്കുകയാണ്. രാജാവ് ചെന്ന് പലതരത്തിൽ സമാധാനിപ്പിക്കാൻ നോക്കി. പ്രിയേ, നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടണേ? നീ എന്നെ ഒന്ന് നോക്കൂ, എന്നോടൊന്ന് മിണ്ടൂ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ. അതൊന്നും പുരഞ്ജനി കേൾക്കുന്നില്ല, ദേഷ്യപ്പെട്ട് കിടക്കുക. രാജാവ് അപ്പം പലതരത്തിലുള്ളതായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങി. കാട്ടിൽ കണ്ടതായ മൃഗങ്ങളെക്കുറിച്ച് വർണ്ണിക്കും, കാട്ടിൽ കണ്ട മറ്റു പല കാഴ്ചകളെക്കുറിച്ചും വർണ്ണിക്കും. രാജാവ് അതാ കുതിരയെപ്പോലെ ഇങ്ങനെ ചാടിക്കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ചാടുന്നൊരു കുതിരയുണ്ടായിരുന്നു, ഇതാ ഇങ്ങനെ ഓടുന്ന മാനുണ്ടായിരുന്നു, ഇതാ ഇങ്ങനെ നോക്കുന്നതായ ഒരു സിംഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ പറക്കുന്ന പക്ഷി ഉണ്ടായിരുന്നു, ദേ ഇങ്ങനെ തൂണുമ കയറി കുരങ്ങനെ പോലെ കാണിച്ചു, മരത്തുമ്മക്കാരനെ കുരങ്ങനുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ പുരഞ്ജനി വേഗം രാജാവിൻ്റെ ഗോഷ്ഠികളൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പുരഞ്ജനി ചിരിച്ചു, രാജാവും ചിരിച്ചു, രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. പിന്നെ ആ പുരഞ്ജനപുരത്തിൽ പുരഞ്ജനിയും പുരഞ്ജന രാജാവും സുഖമായി ജീവിച്ചുകൊണ്ടേയിരുന്നു. അനേകം മക്കൾ പിന്നെയും ഉണ്ടായി. അവർക്കൊക്കെ ഇഷ്ടം പോലെ അന്തഃപുരങ്ങൾ വേറെയും പണിതു കൊടുത്തു. കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കാലയവനൻ, ചണ്ഡവേഗൻ, പ്രജ്വാരൻ മുതലായിരിക്കുന്നതായ അയൽ സൈന്യം ഈ പുരഞ്ജനപുരിയെ വളഞ്ഞു. ചണ്ഡവേഗൻ അങ്ങനെ കാലയവനോടൊപ്പം വന്നു കഴിഞ്ഞപ്പോൾ 41,000 സൈന്യങ്ങളുണ്ടായിരുന്നു. പ്രജ്വാരനെ അകത്തേക്ക് പറഞ്ഞയച്ചു. ഭടന്മാരോടൊപ്പം അകത്തേക്ക് പ്രവേശിക്കാൻ നോക്കിയപ്പോ കാവലാളായി നിൽക്കുന്ന 5 തലയുള്ള ഒരു സർപ്പം ഉണ്ടായിരുന്നു. ആ സർപ്പം കുറേ നേരം യുദ്ധം ചെയ്ത് തളർന്നപ്പോൾ സർപ്പം ഇഴഞ്ഞുപോയി. അങ്ങനെ ഈ ഭടന്മാരെല്ലാവരും പുരഞ്ജനപുരത്തിനുള്ളിലേക്ക് ഇരച്ചു കയറി. ഈ സമയത്തോ കാലയവനൻ ദാ ആ പുരഞ്ജനപുരിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവിടെ കാവൽ നിന്നിരുന്നതായ ഭടന്മാരെല്ലാവരും ഓടിപ്പോയി. കിഴക്ക് ഭാഗത്ത് 5 കവാടം, പടിഞ്ഞാറ് ഭാഗത്ത് 2 കവാടം, തെക്കൊന്ന് വടക്കൊന്ന്, ഇങ്ങനെ എല്ലാ കവാടങ്ങളിലും ഉള്ളവരായിരിക്കുന്ന സുരക്ഷാഭടന്മാരൊക്കെ തളർന്നു വീഴുകയും പേടിച്ചോടുകയും ഒക്കെ ചെയ്തു. കാലയവനൻ അകത്തേക്ക് കടന്ന സമയത്ത് ഇത്രയും യുദ്ധമൊക്കെ നടന്നിട്ടും അതൊന്നും അറിയാതെ നർമ്മസല്ലാപത്തിൽ ഇരിക്കുകയായിരുന്നു ഈ പുരഞ്ജനനും പുരഞ്ജനിയും. കടന്നപാടെ ഈ പുരഞ്ജനനെ പിടിച്ചു, പുരഞ്ജനിയെയും പിടിച്ചു. പുരഞ്ജനിയെ പിടിച്ചൊരു കൽത്തുറുങ്കിലടച്ചു, പുരഞ്ജനെ പിടിച്ച് വേറെ ഒരു മുറിയിലാക്കി. എന്നിട്ട് കാലയവനം പറഞ്ഞു, ഹേ പുരഞ്ജന, ഇനി നീ എൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കണം. പുരഞ്ജനൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കാലയവനൻ്റെ സഹോദരി കറുത്തിരുണ്ട രൂപത്തോടുകൂടി, ഉഗ്രമായിരിക്കുന്നതായ തുറിക്കുന്ന കണ്ണുകളോടുകൂടി, കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഭാവത്തോടു കൂടിയ ഒരു സത്വമായിരുന്നു. മുടിയൊക്കെ നരച്ച്, അവളുടെ പേര് ജര എന്നായിരുന്നു. രാജാവ് പേടിച്ചോടി. രാജാവിൻ്റെ പിന്നാലെ വരണമാല്യവുമായിട്ട് ജരയും ഓടി. വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാജാവിനെ പിടിച്ച് ആ കഴുത്തിൽ ആ വരണമാല്യം അങ്ങോട്ട് അണിയിച്ചു. ജരയായി പിന്നെ പുരഞ്ജനപുരത്തെ ഭരിക്കുന്നത്. രാജാവ് ഇങ്ങനെയൊന്നും പുരഞ്ജനി പുരഞ്ജനി, നിന്നെ എനിക്ക് കാണാൻ പറ്റാതായില്ലോ, നീ എവിടെയാണ്? ഇവരെല്ലാവരും കൂടി എന്നെ തടങ്കലിലാക്കിയല്ലോ, നീ സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എനിക്കറിയില്ലല്ലോ, നിന്നെ ഒന്ന് കാണാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിലപിക്കുന്ന സമയത്ത് ജര ഇങ്ങനെ തുറിച്ചു നോക്കും. മിണ്ടാതെ അടങ്ങി അവിടെ കിടന്നോളണം. രാജാവ് പേടിച്ച് മിണ്ടാതെ കിടക്കും. അങ്ങനെ ചിലപ്പോൾ രാജാവ് ബോധം കെട്ട് വീഴും, ചിലപ്പോൾ അതാ കണ്ണ് തുറക്കും, ചിലപ്പോൾ വിശക്കും, ചിലപ്പോൾ ദാഹിക്കും. അപ്പോഴൊക്കെ പുരഞ്ജനിയെ വിളിക്കും. എന്തിനും ഏതിനും എന്ത് സുഖമായിരുന്നു പുരഞ്ജനി ഉള്ളപ്പം. ഇപ്പം ദാ ഒന്നുമില്ല, നേരാ നേരത്തൊന്നും കിട്ടാനും ഇല്ലാണ്ടായി.
കിട്ടിയാ കിട്ടി, അങ്ങനെ തന്നെ. പിന്നെ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ കിട്ടലും ഇല്ലാണ്ടായി. എപ്പോഴോ ബോധത്തിൻ്റെ ഇരുട്ടിലേക്ക് രാജാവ് വഴുതി വീണു. പിന്നെ രാജാവ് കണ്ണു തുറക്കുമ്പോൾ അതാ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഉഗ്രസ്വരൂപികളായിരിക്കുന്ന കുറേ ആളുകൾ ചാട്ടവാർ കൊണ്ട് അടി കിട്ടുകയാണ് രാജാവ് നോക്കിയപ്പോൾ പുരഞ്ജനപുരത്തിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിരിക്കുന്നു തന്നെ. എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് രാജാവ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. പുരഞ്ജനി നീ കാണുന്നുണ്ടോ ഇത് എന്നൊക്കെ പറഞ്ഞ് രാജാവ് കരയുന്നു. അപ്പൊ ഈ അവിടെ നിൽക്കുന്ന ഉഗ്രസ്വരൂപികളായ ചാട്ടവാറ് കൊണ്ട് രാജാവിനെ അടിക്കുന്നവരായിരിക്കുന്ന ഭൃത്യന്മാർ ചോദിച്ചു, എടുക്ക് വാടക എടുക്ക്. രാജാവ് ചോദിച്ചു, വാടകയോ? എന്ത് വാടക? നീ ഇത്രയും കാലം ഈ കൊട്ടാരത്തിൽ താമസിച്ചില്ലേ? ആരോട് ചോദിച്ചിട്ടാ താമസിച്ചേ? വാടക എടുക്ക്. എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. എന്നാ ഓടിക്കോ. ഓടിക്കാൻ തുടങ്ങി. രാജാവ് ഓടാൻ തുടങ്ങി. ഇരുട്ട് നിറഞ്ഞ ഭൂമിയിലൂടെ ഓടുന്നു. ചിലപ്പോഴോ ചുട്ടുപൊള്ളുന്ന ഭൂമിയിലൂടെ, ചിലപ്പോഴോ ഈർച്ചവാൾ പോലെ മൂർച്ചയുള്ളതായ ഇലകൾ നിറഞ്ഞ കൊടുങ്കാട്ടിലൂടെ. ശരീരമാസകലം കീറി മുറിയുന്നു, മാംസം ചിതറിത്തെറിക്കുന്നു, രക്തം ചീറ്റി ഒഴുകുന്നു. ഹതാശനായ രാജാവ് വെള്ളം എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അടി കിട്ടുന്നു. ബോധം പോകുന്നു, വീണ്ടും ഉണരുന്നു, ചളിയിലേക്ക് താണു പോകുന്നു. ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളിലൂടെ ആ രാജാവ് കടന്നുപോയി. കാലങ്ങൾക്ക് ഏറെ കഴിഞ്ഞു. രാജാവ് പിന്നീട് പുരഞ്ജനി എന്ന് ചിന്തിച്ച് മരിച്ചത് കൊണ്ട് അടുത്ത ജന്മത്തിൽ ഒരു സ്ത്രീയായി ജനിച്ചു. അവളെ നമുക്ക് പുരഞ്ജനി എന്ന് തന്നെ വിളിക്കാം, കഥ പറയാൻ എളുപ്പത്തിന്. പുരഞ്ജനിയായി ജനിച്ച സമയത്ത് അവളെ വിവാഹം കഴിച്ചത് മലയധ്വജൻ എന്ന് പേരുള്ളതായ ഒരു രാജാവായിരുന്നു. മലയധ്വജ രാജാവിൽ അവൾക്ക് 7 മക്കൾ ജനിച്ചു. അവൾക്ക് ജനിച്ച മക്കളിൽ ഒരു പുത്രിയെ വിവാഹം കഴിച്ചത് അഗസ്ത്യ മഹർഷിയായിരുന്നു. കാലാന്തരത്തിൽ മക്കളെയൊക്കെ രാജ്യഭാരം ഏൽപ്പിച്ച് മലയധ്വജൻ കാട്ടിലേക്ക് പോയ സമയത്ത് പുരഞ്ജനിയും കൂടെ പോയി. വാനപ്രസ്ഥ ധർമ്മം അനുസരിച്ച് ജീവിച്ചു. യഥാകാലം എത്തിയപ്പോൾ മലയധ്വജ മഹാരാജാവും മരിച്ചു. തൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് മനസ്സിലാക്കിയതായ പുരഞ്ജനി ഒരു ചിതയൊരുക്കി ഭർത്താവിൻ്റെ ശരീരം ആ ചിതയിൽ വെച്ച് അതിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചിതക്കരികിൽ നിന്ന് കണ്ണീര് വാർത്തുകൊണ്ട് ഭർത്താവിൻ്റെ ആ തൃപ്പാദത്തെ സ്മരിച്ചുകൊണ്ട് ഭർത്താവിനെ തന്നെ ഈശ്വരനായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ചിതയിലേക്ക് ചാടാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് അവൾക്കരികിൽ ഒരു ബ്രാഹ്മണൻ വന്നെത്തി. അവളെ തൊട്ട് വിളിച്ച് ചോദിച്ചു, നീ എന്താ ഈ ചെയ്യുന്നത്? അപ്പം അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ദാ എന്നെ വിട്ടുപോയി, ഞാനും ആ അഗ്നിയിൽ ചാടി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പം അടുത്ത് നിൽക്കുന്ന ഈ ബ്രാഹ്മണൻ ചോദിച്ചു, നിന്റെ ഭർത്താവോ? നിന്റെ ഏത് ജന്മത്തിൻ്റെ ഭർത്താവായത്? യഥാർത്ഥത്തിൽ നീ ആരാണ്? അപ്പോൾ ആ സ്ത്രീ പുരഞ്ജനി കണ്ണുകൾ വിടർത്തിക്കൊണ്ട് തൻ്റെ അരികത്ത് നിൽക്കുന്ന ആളെ നോക്കി ചോദിച്ചു, അങ്ങ് ആരാ? അപ്പൊ പറഞ്ഞു, ഞാനോ? എന്നെ നിനക്ക് മനസ്സിലായില്ലേ? അജ്ഞാതനാമാവോ, പേരില്ലാത്ത സുഹൃത്ത്, നിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ. എത്ര ജന്മങ്ങളിൽ നീ ആരുടെയൊക്കെ ഭാര്യയായി, ആരുടെയൊക്കെ ഭർത്താവായി, ആരുടെയൊക്കെ അമ്മയായി, ആരുടെയൊക്കെ അച്ഛനായി, സഹോദരനായി, സഹോദരിയായി, ശത്രുവായി, മിത്രമായി. നിനക്ക് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ആരോട് എന്ത് ശാശ്വത ബന്ധമാണുള്ളത്? ഒന്നുമില്ല. നിനക്കാകെ സുഹൃത്തായിട്ടുള്ളത് ഞാൻ മാത്രമല്ലേ? ആ വാക്കുകൾ കേട്ടതോടുകൂടി പുരഞ്ജനിയുടെ ഉള്ളിൽ സത്യം തെളിഞ്ഞു വന്നു. അതാ ബ്രാഹ്മണൻ ഒരു അരയന്നത്തിന്റെ രൂപം ധരിച്ചു, ഒരു ഹംസമായി. അവളും ഒരു ഹംസത്തിന്റെ രൂപം ധരിച്ചു. 2 ഹംസങ്ങളും ആകാശത്തിലേക്ക് പറന്നുയർന്നു പോയി. നാരദ മഹർഷി കഥയൊക്കെ പറഞ്ഞു. അതോടുകൂടി പ്രാചീന വർഗീസ് വേഗം നാരദ മഹർഷിയെ തന്നെ ഗുരുവായി സങ്കല്പിച്ച് നാരദ മഹർഷിയിൽ നിന്ന് ഭാഗവത ധർമ്മത്തെ സ്വീകരിച്ച് ഒറ്റ നിമിഷം കൊണ്ട്, മക്കളൊന്നും വരാൻ കാത്തു നിന്നില്ല. മക്കളെവിടെയാ? പ്രാചീന വർഗീസിന്റെ മക്കളെവിടെയാ? പ്രചേതസ്സുകള്.
രുദ്രഗീതം ജപിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തപസ് ചെയ്യല്ലേ അല്ലേ? ആ തീർത്ഥത്തിലെ മക്കൾ വന്ന് രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് പോകാമെന്നൊന്നും വിചാരിച്ചില്ല പ്രാചീന ബർഗീസ്. ഈ കഥ കേട്ടപ്പോഴേക്കും പ്രാചീന ബർഗീസിൻ്റെ ഉള്ളിൽ എന്ത് മനസ്സിലായി? ക്രിയായോഗത്തിൻ്റെ അർത്ഥം മനസ്സിലായി, ജ്ഞാനയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലായി, ഭക്തിയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലായി. മനുഷ്യ ജീവിതം എന്തിനാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും കിട്ടി. അദ്ദേഹം പിന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് അങ്ങോട്ട് പോയി. കാട്ടിൽ ചെന്ന് തപസ് ചെയ്ത് യഥാകാലം എത്തിയപ്പോൾ അദ്ദേഹം മുക്തിപദം പ്രാപിച്ചു. കഥ ഇങ്ങനെയാണ്. പക്ഷെ നമുക്കിതൊക്കെ കേട്ടാൽ വല്ലതും മനസ്സിലാവോ? വെറുതെ ഒരു കഥ പറഞ്ഞതല്ലല്ലോ, ആണോ? അപ്പൊ പിന്നെ ഈ കഥയ്ക്കുള്ളിൽ എന്താണ് ഭാഗവതം നമുക്ക് പകർന്നു തരാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന രഹസ്യം? അതും ഭാഗവതം പറഞ്ഞു തരികയാണ്. യഥാർത്ഥത്തിൽ ഈ പുരഞ്ജൻ എന്ന് പറയുന്ന രാജാവ് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. പുരം ജയതി യക സഹ പുരഞ്ജന, പുരത്തെ ജയിച്ചവര്. പുരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരമാണ്. ജീവശരീരമാണ് പുരം. ആ ജീവശരീരത്തിൽ ഇരിക്കുന്നവനാണ് പുരഞ്ജനൻ. അതിരിക്കുന്നവളുമാവാം. ആ രാജാവ് ഹിമാലയ സാനുക്കളിൽ അനവധി കൊട്ടാരങ്ങൾ പണിത് കുറച്ചു കാലം താമസിച്ച് മറ്റൊന്ന് പണിയും, അതിന് താമസിക്കും എന്നിങ്ങനെ പറഞ്ഞില്ലേ? അത് ജീവൻ ഓരോരോ ശരീരങ്ങൾ മാറി മാറി അണിയുന്നതാണ്. ചിലപ്പോൾ 8 കാലുള്ളതായ കൊട്ടാരം എന്ന് വെച്ചാൽ 8 കാലിയെ പോലെയുള്ള ജീവിതം, ഷഡ്പദങ്ങളുടെ ശരീരം. ചിലപ്പോൾ 4 കാലുള്ള കൊട്ടാരം, 4 കാലികളുടെ ശരീരം. ചിലപ്പോൾ 2 കാലുള്ള കൊട്ടാരം, 2 കാലികളുടെ ശരീരം, അല്ലേ? അങ്ങനെ ഇരിക്കെ രാജാവത ഹിമാലയത്തിന്റെ താഴ്വര പ്രദേശത്ത് 9 കവാടങ്ങളുള്ള ഒരു കൊട്ടാരം കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതേതാ? നവമുഖി. മനുഷ്യ ശരീരം. മനുഷ്യ ശരീരത്തിൽ നവദ്വാരങ്ങളുണ്ട്, അല്ലേ? ആ 9 ദ്വാരങ്ങളുള്ള കൊട്ടാരത്തിലെ പ്രധാന കാവൽക്കാരൻ 5 തലയുള്ള ഒരു സർപ്പമാണെന്ന് പറഞ്ഞു. അതാരാ? കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിങ്ങനെ 5 പ്രാണങ്ങൾ. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും. രാജാവ് അവിടെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഇഷ്ടമായി. ആ പെൺകുട്ടിയോടൊപ്പമാണ് ഈ കൊട്ടാരത്തിൽ താമസമാക്കിയത്, അല്ലേ? അതേപോലെ നമ്മളും ഈ മനുഷ്യ ശരീരത്തിലേക്ക് വന്നത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ട് മോഹിച്ചിട്ടാണ്. അതാരാ പെൺകുട്ടി? അതാണ് മനുഷ്യ ശരീരത്തിന് മാത്രം പ്രത്യേകതയുള്ള ബുദ്ധി, വിവേകത്തോടു കൂടിയ ബുദ്ധി. ആ ബുദ്ധിയാണ് ജീവനെ ശരീരത്തോട് ചേർത്ത് നിർത്തുന്നത്. ഈ ശരീരമാണ് ഞാൻ എന്ന ബോധം ജീവന് പകർന്നു കൊടുക്കുന്നത് ഈ ബുദ്ധിയാണ്. അപ്പൊ ബുദ്ധി ചിരിച്ചാൽ ജീവനും ചിരിക്കുന്നു, ബുദ്ധി കരഞ്ഞാൽ ജീവനും കരയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയാണ് സുഖത്തെ, ദുഃഖത്തെ, കോപത്തെ ഒക്കെ ജീവന്റേതാണ് എന്ന തോന്നലിൽ ചേർത്ത് നിർത്തുന്നു. ശരീരാഭിമാനം അത് ജീവൻ ഉണ്ടാക്കിയെടുക്കുന്നത് ബുദ്ധിയാണ്. രാജാവ് ഒരു ദിവസം പുരഞ്ജനിയോട് പറയാതെ നായാട്ടിന് പോയി എന്ന് പറഞ്ഞു. എന്നിട്ടോ നായാടി തളർന്ന് തിരിച്ചു വന്നപ്പോൾ പുരഞ്ജനി കോപിച്ച് കോപാകാരത്തിൽ കിടന്നു എന്ന കഥയിലെ രംഗമുണ്ടല്ലോ. അതെന്താ വർണ്ണിക്കുന്നത്? യഥാർത്ഥത്തിൽ നമുക്കൊക്കെ സംഭവിക്കാറുണ്ട്. ഈ നായാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ സംഭവിക്കുന്നതായ സ്വപ്നമാണ്. ജീവൻ സ്വപ്നാവസ്ഥയിലേക്ക് പോകുമ്പോൾ അടക്കിപ്പിടിച്ച ആഗ്രഹങ്ങളൊക്കെ ഈ സ്വപ്നത്തിൽ ഇഷ്ടംപോലെ അങ്ങോട്ട് കാണും. സ്വപ്നത്തിന് വല്ല യുക്തിയുണ്ടോ? ഒരു യുക്തിയില്ല. ചിലപ്പോൾ കാട്ടിലേക്ക് പോകും, കാട്ടില് മരത്തിന്റെ മുകളിൽ മത്സ്യങ്ങൾ നീന്തുന്നത് കാണും. ചിലപ്പോഴതാ നമ്മൾ നടന്നു പോകുന്നത് നല്ല പുൽത്തകിടിയിലൂടെയാവും. പതുക്കെ പതുക്കെ നമുക്ക് ചിറക് മുളയ്ക്കും, ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങും. ഇങ്ങനെ ജീവൻ ഈ സ്വപ്നാവസ്ഥയിൽ അനുഭവിക്കുന്നതായ വിഷയസുഖങ്ങളാൽ ആലസമായിരിക്കുന്നതായ ഭാവനാത്മകമായ സുഖലോകത്തെയാണ് അവിടെ നായാട്ടായി സങ്കല്പിച്ചത്.
ആ സ്വപ്നം കഴിഞ്ഞ് നമ്മൾ ഞെട്ടി ഉണരുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഏതാ സ്വപ്നം ഏതാ യാഥാർത്ഥ്യം എന്നറിയാതെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കും അല്ലേ? ആ ഇരിപ്പാണ് ഇവിടെ രാജാവും പുരഞ്ജനിയും തമ്മിലുണ്ടായ കലഹമായിട്ട് പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് വേണം അത് സ്വപ്നമായിരുന്നു അല്ലേ എന്ന തിരിച്ചറിവോടുകൂടി ജീവൻ വീണ്ടും പഴയ പോലെയായി ബുദ്ധിയോട് ചേർന്നു. ഇങ്ങനെ സുഖിച്ച് കഴിയുന്ന സമയത്ത് ആ പുരഞ്ജനപുരത്തെ ആക്രമിക്കാൻ വന്ന ചണ്ഡവേഗനും കാലയവനും പ്രജ്വാലനും 41,000 സൈന്യങ്ങളും കാലയവനന്റെ സഹോദരിയായിരിക്കുന്ന ജരയും ഈ പുരത്തെ ആക്രമിച്ചു വളഞ്ഞു എന്നൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ്? ഇങ്ങനെ ഈ വിഷയസുഖങ്ങളിൽ ലാലസരായി കഴിയുന്നവരായ നമ്മൾ ഈ ശരീരത്തെ കാലം അതിക്രമിക്കുന്നത് മനസ്സിലാക്കുന്നില്ല. ചണ്ഡവേഗൻ അതാ നമുക്ക് ചുറ്റും വന്നു. നമ്മുടെ ഈ പുരഞ്ജനപുരം വളഞ്ഞു, അതിലേക്ക് പല ഭൃത്യന്മാര് കയറി. പ്രജ്വാലാദികൾ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള രോഗങ്ങള്, പലതരത്തിലുള്ള ഭയങ്ങള്, അങ്ങനെയുള്ള അവസ്ഥ ശരീരത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ബാധിക്കുന്ന സമയത്തോ ഈ ജര എന്ന് പറയുന്നതായ കന്യയെ വിവാഹം കഴിക്കേണ്ടി വരുന്നു. ആരായി ജര? ഒരു കല്യാണം എന്തായാലും കഴിച്ചേ പറ്റൂ. നമ്മൾ യഥാർത്ഥത്തിൽ കഴിച്ച കല്യാണം കൂടാതെ ജരയെ കല്യാണം കഴിക്കണം. എല്ലാവരും, ആണായാലും പെണ്ണായാലും മനുഷ്യനായാലും മൃഗമായാലും പക്ഷിയായാലും. അതാണ് വാർദ്ധക്യം. ആ വാർദ്ധക്യമാകുന്ന ജര വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാ? ബുദ്ധിയാണോ ഭരിക്കുന്നത്? പുരഞ്ജനി എന്ന ബുദ്ധിയല്ല, ജരയാണ് ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. എവിടെ പോകണം, എവിടെ പോണ്ട, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് ആരാ? ജരയാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ഒരു 100 മീറ്റർ, ഒരു 1500 മീറ്റർ ഓടണം എന്ന് ആഗ്രഹമൊക്കെയുള്ള ആൾക്കാരാണ് അല്ലേ? പറ്റുമോ? കോളേജിൽ പഠിക്കുന്ന കാലത്ത് ബസ്സിന്റെ പിന്നാലെ ഓടിക്കയറിയിരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ബസ് കണ്ടാ പേടിയാണ് അല്ലേ? അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തേ? വാർദ്ധക്യം. ഭരണമാല്യവുമായിട്ട് ഇപ്പൊ എൻ്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നുണ്ട്. എന്നാ എൻ്റെ കഴുത്തിലിടാന്ന് അറിയില്ല. ഓടിപ്പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കഴുത്ത് കാണിച്ചു കൊടുക്കുക, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ പുരഞ്ജനിയെ കുറിച്ച് ചിന്തിച്ച് അല്ലേ, എന്ത് സുഖമായിരുന്നു. വാർദ്ധക്യം കഴിഞ്ഞാൽ പിന്നെ, വാർദ്ധക്യം വന്നാൽ പിന്നെ എന്താ ചിന്ത? അന്നൊക്കെ എന്ത് സുഖമായിരുന്നു അല്ലേ? പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കില്ലല്ലേ? അല്ലാണ്ട് ഇപ്പൊ വേറെ എന്താ ഉള്ളേ? വേറെ വല്ലതും ഉണ്ടോ? ഞാനൊക്കെ അന്ന് സ്കൂളിൽ പോകുമ്പോഴേ അന്നത്തെ കോളേജ് കാലഘട്ടം എന്തായിരുന്നു. നൊസ്റ്റാൾജിയ. അവനവന്റെ ജീവിതത്തിലെ നല്ല നല്ല കാലത്തെക്കുറിച്ച് ഓർമ്മിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അല്ലേ? അങ്ങനെയല്ലേ വാർദ്ധക്യം. അതാണ് ഇവിടെ പറയുന്നത്. പുരഞ്ജനിയെ കുറിച്ച് ചിന്തിച്ച് പുരഞ്ജനൻ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കിട്ടു. ചോദിച്ചു, എടുക്ക വാടക. അതെന്താ സംഭവം? ശരീരത്തിൽ നിന്നെടുത്ത് പുറത്തേക്കിട്ടു. ചോദിച്ചു, വാടക എടുക്കുക എന്ന് വെച്ചാൽ എന്താ? ഈ ശരീരം ഇവിടെ നമ്മൾ കയറി താമസിച്ചിട്ട് എന്താ ബാക്കിയുള്ളത് എന്നാണ് ചോദ്യം. എന്താ ബാക്കിയുണ്ടാവുക? ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടാൽ എന്താ ബാക്കിയുണ്ടാവുക? കുറച്ചു നേരം ശരീരത്തിലൊരു ചൂടുണ്ടാവും, തലച്ചോറിലൊരു ചൂട് ഇങ്ങനെ അവശേഷിക്കും അല്ലേ? കണ്ണിന് കുറച്ചു നേരം കൂടി ആയുസ് കിട്ടും. ആ സമയത്തിനുള്ളിൽ വല്ല അപ്ലിക്കേഷനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്നത് എടുത്തു കൊണ്ടുപോയി വേറെ വല്ലവർക്കും ഉപയോഗിക്കാം. പിന്നെയുള്ള ബാക്കി സാധനങ്ങളൊന്നും ഒന്നിനും കൊള്ളില്ല. എന്താ ഉള്ളത്? പിന്നെ ഒരു 10-12 ഗ്ലാസ് ചായ കുടിക്കാനുള്ള പഞ്ചാരയുണ്ട്, ഒരു ചെറിയ പിച്ചാത്തി ഉണ്ടാക്കാനുള്ള ഇരുമ്പുണ്ട്, അത്യാവശ്യം കുറച്ച് സദ്യക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഉപ്പുണ്ട് അല്ലേ? ഈ പറഞ്ഞ ധാതു ലവണങ്ങളൊക്കെ കൂടിയതാണ് ഈ ശരീരം. ഇതൊക്കെ കൂടി ഒരു ചെറിയ കടലാസിൽ കുറിപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ 2 ലിറ്റർ വെള്ളം അല്ലേ ഒക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 100-150 രൂപ വരും ഒരു ശരീരത്തിന്റെ വില. ജീവിച്ചിരിക്കുമ്പോഴോ മോഹവിലയാ,
കിഡ്നിക്കൊക്കെ അല്ലേ, ഹൃദയത്തിനായാലും കുറേ കാലം കഴിഞ്ഞാൽ തലയ്ക്ക് വില വരും, തലച്ചോറിന്. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് പുറത്തേക്ക് കിടന്ന് എന്താ ബാക്കിയുള്ളേ? പലതും ബാക്കിയുണ്ടോ? നാമാവശേഷനായി എന്നാണ് പറയുക നമ്മൾ പൊതുവെ. നാമം മാത്രം അവശേഷിക്കും, പേര് മാത്രം അവശേഷിക്കും. എത്ര കാലം? നമ്മൾ മരിച്ച എത്ര കാലം ഓർക്കും? സഞ്ചയനത്തിൻ്റെ അന്ന് ചുമരുമ്പോൾ ഒരു ഫോട്ടോ വയ്ക്കും. അത് കഴിഞ്ഞാൽ ഒരു തലമുറ വരെ അമ്മയാണ്, അടുത്ത തലമുറ വരുമ്പോൾ മുത്തശ്ശിയാണ്, പിന്നത്തെ തലമുറ വരുമ്പോൾ മുതുമുത്തശ്ശിയാണ്, പിന്നത്തെ തലമുറ വരുമ്പോൾ ചുമര് തന്നെ ഉണ്ടാവില്ല, അവിടെ പേര് തന്നെ ഓർമ്മയുണ്ടാവില്ല. ഉണ്ടോ? അത്രയേ ഉള്ളൂ. അപ്പൊ എന്താ ബാക്കിയുള്ളത്? എന്താ വാടക ചോദിച്ചത്? പുണ്യം. ഈ പറയുന്ന കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് പുണ്യമാണ് ചെയ്തത്? ആ പുണ്യം കൊടുക്കാനുണ്ടോ? പുണ്യലോകത്തേക്ക് പോവാം. ഇല്ലേ? ഓടിക്കോ, ഓടി അല്ലേ? എന്താ ഓട്ടം? ചാട്ടവാറ് കൊണ്ടടി, പൊള്ളുന്ന ഭൂമിയിലൂടെ, ശരീരം മുഴുവൻ കീറിമുറിയുന്ന അവസ്ഥയിലൂടെ എന്നൊക്കെ വർണ്ണിക്കുന്നത് എന്തിനാ? ശരീരമൊന്നും ഇല്ല, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വർണ്ണനയാണ്. എന്തിനുള്ള വർണ്ണന? പുണ്യം ചെയ്യാനുള്ള പ്രേരണ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ വർണ്ണിക്കുന്നത്. എന്തിനെ കുറിച്ചാണോ നമുക്ക് അവശേഷിച്ച ആഗ്രഹങ്ങളുള്ളത്, ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പിന്നെയും ജനിക്കും എന്ന് സൂചിപ്പിക്കാനാണ് പുരഞ്ജനൻ ഒരു സ്ത്രീയായി ജനിച്ചു എന്ന് പറയാൻ കാരണം. ആ പുരഞ്ജനിയുടെ അരികത്ത് വന്ന അജ്ഞാത സഖാവാര? ഇപ്പോഴും നമ്മുടെ ഒപ്പമുള്ള ആ ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ ഒരിക്കലും നമ്മളെ വിട്ടു പോയിട്ടില്ല, നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. നമ്മളാണ് ഈ ശരീരസുഖത്തിൽപ്പെട്ട് നമ്മുടെ ഉള്ളിലുള്ളതായ ഈശ്വരനെ മനസ്സിലാക്കാതിരിക്കുന്നത്, അറിയാതിരിക്കുന്നത്. അല്ലേ? അപ്പൊ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇടുക എന്ന് പറഞ്ഞതിനെ മരണമായി സങ്കല്പിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിനനുസരിച്ചിരിക്കും നമ്മുടെ മരണത്തെ വിശേഷിപ്പിക്കുന്നു. മരിക്കുന്ന ആൾക്ക് മരണത്തെ എങ്ങനെ വിശേഷിപ്പിച്ചു എന്ന് അറിയേണ്ട കാര്യമില്ല. ഉണ്ടോ? നാടകം കഴിഞ്ഞ് കഷ്ടം വീണാൽ കൂക്കിവിളിയാണോ കല്ലേറാണോ കിട്ടുന്നത് എന്ന് നോക്കിയിട്ട് അടുത്ത രംഗത്ത് നമുക്ക് വേണമെങ്കിൽ നേരെയാക്കാം, അല്ലേ? പക്ഷെ ജീവിതമാകുന്ന നാടകത്തിന് കഷ്ടം വീഴുന്നതോടുകൂടി കല്ലേറാണോ കയ്യടിയാണോ എന്നതൊന്നും കേൾക്കാൻ നമ്മൾ കാത്തു നിൽക്കില്ല. ഇനി രണ്ടാമത് നേരെയാക്കാനുള്ള ഒരു അവസരം ഉണ്ടോ? ഇല്ല. ഇതുള്ളപ്പോൾ തന്നെയുള്ളൂ. അതുകൊണ്ടാണ് മരണത്തിന് അനവധി തരത്തിലുള്ള വിശേഷണങ്ങളുണ്ട്. ജനിക്കുക എന്ന് പറഞ്ഞാൽ ജനിച്ചു, ഭൂജാതനായി എന്നൊക്കെ സംസ്കൃതത്തിലും മലയാളത്തിലൊക്കെ ആയിട്ട് ചില പദങ്ങൾ ഉപയോഗിക്കും. പക്ഷെ മരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വലിയ വലിയ ആൾക്കാരൊക്കെയാണ്, വലിയ രാജാക്കന്മാരൊക്കെയാണ് മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും തീപ്പെട്ടു, കാലം ചെയ്തു, ശേഷം ചെയ്തു എന്നൊക്കെ പറയും രാജാക്കന്മാരൊക്കെ മരിക്കുമ്പോഴേ. പിന്നെ ചില വിശേഷണങ്ങൾ എന്താ? സ്വർഗം പോകി, നിര്യാതനായി, ചരമം പ്രാപിച്ചു. കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ മരിച്ചു, തട്ടിപ്പോയി, വടിയായി പോയിട്ടോ, ചത്തുപോയി. ആനയൊക്കെ ആണെങ്കിൽ ചെരിഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ പറയും റേഞ്ച് പോയി. സത്യത്തിൽ മരണത്തെ വിശേഷിപ്പിച്ചതാണ്. നമ്മളെ എന്താ വിശേഷിപ്പിക്കുക? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ എങ്ങനെ ജീവിച്ചു, സമൂഹത്തിൽ ആ ജീവിതം എങ്ങനെ സ്വാധീനിച്ചു എന്നതിനനുസരിച്ചാണ് ചുറ്റുമുള്ള ആളുകൾ ആ മരണത്തെ പോലും വിശേഷിപ്പിക്കുന്നത് എന്നിരിക്കെ നമ്മുടെ ജീവിതം ഒരല്പം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ എന്നാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കി 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 എനിക്ക് 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 എന്ന് മാത്രം ചിന്തിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യ ജീവിതം എന്തിനാണ് അവർക്ക്? അല്ലേ? മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റുമുള്ളവർക്ക് സ്വന്തം ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പകർന്നു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം. എന്തിനാ? മനുഷ്യൻ മാത്രമൊന്നുമല്ലാതെ പരോപകാരായ വഹന്തി നദ്യ
പരോപകാരായ ഫലന്തി വൃക്ഷാഃ പരോപകാരായ ദുഃഖന്തി ഗാവഃ പരോപകാരാർത്ഥമിദം ശരീരം. ഏതെങ്കിലും പുഴകൾ പുഴകൾക്ക് വേണ്ടി ഒഴുകുന്നുണ്ടോ? എല്ലാ പുഴകളും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ചുറ്റുമുള്ള വൃക്ഷലതാദികൾക്കും കാടും മേടുമൊക്കെ തളിർപ്പിച്ചുകൊണ്ട് കുളിർപ്പിച്ചുകൊണ്ട് മനുഷ്യജീവിതങ്ങളെയും സംസ്കാരങ്ങളെയും നട്ടു നനച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു പുഴകൾ. മരങ്ങൾ കായ്ക്കുന്നു. ഏതെങ്കിലും മാവ് തൻ്റെ ചില്ലയിലുണ്ടായ മാമ്പഴം കഴിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുണ്ടാവും. ലോകോപകാരത്തിനായിക്കൊണ്ട് കല്ലെറിഞ്ഞാൽ പോലും ഒരു മാമ്പഴം ഇങ്ങോട്ട് തരും, മധുരമുള്ളത്. ഇതൊക്കെ പ്രതീകങ്ങളാണ്. പശുക്കൾ പാല് ചേർത്തുന്നു, മനുഷ്യരത് കറന്നെടുത്ത് കഴിക്കുന്നു. എൻ്റെ കുട്ടിക്ക് ഞാൻ ചുരത്തിയ പാല് ഇതാ മനുഷ്യൻ കറന്നെടുത്തു, ഇനി മേലാക്കാൻ ഞാൻ പാല് ചുരത്തില്ല എന്ന് സമരം ചെയ്ത ഏതെങ്കിലും പശുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പരോപകാരാർത്ഥമിദം ശരീരം. മനുഷ്യൻ മാത്രമാണ് ചില സമയത്ത് ഇത് മനസ്സിലാക്കാതെ പോകുന്നത്. ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കാൻ സാധിക്കില്ല. സാധിക്കുമോ? നമ്മളാണ് ജീവിക്കുന്നത്, ഞാനല്ല ജീവിക്കുന്നത്. ഞാനിനൊരിക്കലും ഇവിടെ ജീവിച്ച് തീർക്കാൻ പറ്റില്ല. നമുക്കേ ജീവിച്ച് തീർക്കാൻ സാധിക്കും. അത് മനുഷ്യനായാലും മൃഗമായാലും പക്ഷിയായാലും ഒക്കെ. ഇത് തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട്. ആ തിരിച്ചറിവ് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവും മനുഷ്യനുണ്ട്. അതാണ് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അല്ലാതെ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബുദ്ധിമാന്മാര്, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിയും യുക്തിയും ഉള്ളത് മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് മാത്രം. കാറ്റുകാലമാകുമ്പോൾ നമ്മുടെയൊക്കെ പെരപ്പുറത്തും നമ്മുടെ മുറ്റത്തുമൊക്കെ വന്ന് വീഴാറുണ്ട് പണ്ട് ഒരു കൂട്. തെങ്ങിൻ്റെ ഓലയുടെ തുമ്പത്ത് ഓലഞ്ഞാലി കുരുവി ഉണ്ടാക്കിയ കൂട്. അതുപോലെ ഒരു കൂട് ഉണ്ടാക്കാൻ മനുഷ്യന് പറ്റുമോ? ഇണചേരാനൊരു കൂട്, മുട്ടയിടാനൊരു കൂട്, കുട്ടി ഉണ്ടായാൽ വേറൊരു കൂട്. ആ കൂടിൻ്റെ ഉള്ളിൽ തൻ്റെ കുട്ടിക്ക് ആടാനുള്ള ഊഞ്ഞാല് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓലഞ്ഞാലി കുരുവി. ബീവറുകൾ എന്ന് പേരുള്ളതായ വിശേഷ മൂഷികവർഗത്തിൽപ്പെട്ടതായ ഒരു തരം ജീവികൾ, അവകളെ മണ്ണുകൊണ്ട് മരത്തടി കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്നതായ വലിയ 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 കൂടുകൾ. ആ കൂടുകൾ കാരണം ചില പുഴകൾ വരെ പ്രവാഹം നിലച്ചതായി നമുക്ക് വായിച്ചറിയാം. ഇപ്പോഴും കാണാം പല ദിക്കുകളിലും. അണക്കെട്ട് പോലെ വെള്ളം തടഞ്ഞു നിർത്തുന്നു അത്രേ അവറ്റകളുടെ കൂടുകളെ കൊണ്ട്. ആ കൂടിനുള്ളിൽ അവയ്ക്ക് ആവശ്യമുള്ളതായ ഈ പുഴയിൽ നിന്ന് വരുന്ന മത്സ്യങ്ങളെ ആ കൂടിനുള്ളിലാക്കി തങ്ങളുടെ ഭക്ഷണമാക്കാനുള്ള വിദ്യകളും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. കാക്കക്കൂട്, വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും മരത്തുമ്മ കാക്കക്കൂടുണ്ടെങ്കിൽ വീട്ടിൽ വല്ലതും കാണാണ്ടായ കാക്കക്കൂട്ടിലുണ്ടാവുമെന്ന് പഴയ കാലത്ത് ആളുകൾ പറയും. ഞാനത് കണ്ടിട്ടുണ്ട്. സ്പൂണ്, പേനയുടെ ടോപ്പ്, എലിയുടെ കൂട്, നൊച്ചനെലി, അതിൻ്റെ കൂടിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വീടിൻ്റെ ഉള്ളിൽ വല്ല സേഫ്റ്റി പിന്നും സ്ലൈഡൊക്കെ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ നൊച്ചനെല്ലിയുടെ കൂട് നോക്കിയാൽ മതി, അതിൻ്റെ ഉള്ളിലുണ്ടാവുമൊക്കെ. എന്തിനാ കുട്ടികളൊക്കെ ഇത് എടുത്തുകൊണ്ട് പോകുന്നു? അവയുടേതായ ജീവിതം സ്വയം കെട്ടിപ്പടുക്കുന്നു. തേനീച്ചകൾ ഓരോ തുള്ളി തേൻ ശേഖരിച്ചുണ്ടാക്കുന്ന കൂട് പോലെ ഒരു കൂട് മനുഷ്യനുണ്ടാക്കാൻ പറ്റും. വൃക്ഷങ്ങളിൽ ഹരിതകണം, പച്ചപ്പ് കാണുന്ന ഇലകളിൽ കാണുന്ന ഈ പച്ചപ്പ്, ഒരു സൂചി കുത്താൻ ഇടമുള്ളിടത്ത് അതുപോലെ ഒരു പച്ചപ്പ് മനുഷ്യന് കൃത്രിമമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു 250 ഏക്കർ സ്ഥലത്തുള്ള ഒരു ഫാക്ടറി വേണം എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ശാസ്ത്രജ്ഞന്മാർ പറയണതാ. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് എനിക്കറിയില്ല, വായിച്ചറിഞ്ഞ അറിവാണ്. സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ പല രാസപരീക്ഷണശാലയൊക്കെ കെട്ടി പരീക്ഷണത്തിന് വേണ്ടി ഇരുന്നേനെ. ഈശ്വരന്മാർ നമ്മളെ ഇങ്ങോട്ട് വിട്ടതുകൊണ്ട് ഈ വഴിക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോഴും അത്ഭുതങ്ങളാണ് ഈ ലോകം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ സയൻസ് വലിയ അവഗാഹം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാനും 10ാം ക്ലാസ്സും ഗുസ്തി തന്നെയാണ് സയൻസിൻ്റെ കാര്യത്തിൽ.
പക്ഷെ ഇത് സത്യമാണ്. അപ്പൊ മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്നത് എന്താ? നമുക്ക് ചുറ്റുമുള്ള സർവചരാചരങ്ങളിലേക്കും നമ്മുടെ ജീവിതം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ആ അറിവുകളെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഒരു ഭിക്ഷാന്തേഹിയാവാനല്ല, ഭിക്ഷ കൊടുക്കുന്നവനാവാനല്ല, ഭിക്ഷാപാത്രമാവാനല്ല, സ്വയം ഒരു ഭിക്ഷയായി തീരാനാണ് ഉപനിഷത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാഗവതവും നമുക്ക് അത് തന്നെയാണ് സന്ദേശം പകർന്നു തരുന്നത്. ഉള്ള കാലം പുണ്യങ്ങൾ ചെയ്യുക. ഈ ശരീരം നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു കിട്ടിയതാണോ? അച്ഛാ അമ്മേ എനിക്ക് ജനിക്കണം എന്ന് പറഞ്ഞ് അപ്ലിക്കേഷൻ കൊടുത്ത് ജനിച്ചവരാണോ നമ്മൾ ആരെങ്കിലും? ആണോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുമ്പോൾ നിങ്ങളാണോ ആദ്യം രൂപപ്പെട്ടത്? നിങ്ങളുടെ ശരീരമാണോ ആദ്യം രൂപപ്പെട്ടത്? ആരാ ആദ്യം രൂപപ്പെട്ടത്? നിങ്ങളുടെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടാവണമെന്ന്? എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നില്ലേ? വെറുതെ ചിന്തിക്കൂ. നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമല്ലേ പുരാണങ്ങൾ ഒരുക്കി തരുന്നത്? നമ്മൾ ആരാണ്? നമ്മൾ എന്താണ്? അന്ധക്കരണ തത്വസ്യ ദമ്പത്യോ സ്നേഹസംശ്രയാത് ആനന്ദഗ്രന്ഥിരേകോയം അപത്യമിതി കഥ്യത്തെ. ഉത്തരരാമചരിതം എന്ന് പേരുള്ളതായ സംസ്കൃതത്തിലെ മനോഹരമായ ഒരു നാടകമുണ്ട്. രാമായണത്തിലെ സീതാവിരഹം അനുഭവിച്ച് നടക്കുന്ന ശ്രീരാമന്റെ കഥ പറയുന്ന മനോഹരമായ നാടകമാണ്. അത് എഴുതിയത് ഭവഭൂതിയാണ്. അതിലൊരു ശ്ലോകമാണ്, അന്ധക്കരണ തത്വസ്യ ദമ്പത്യോ സ്നേഹസംശ്രയാത് ആനന്ദ ഗ്രന്ഥിരേകോയം അപത്യമിതി കഥ്യത്തെ. ഒരു സ്ത്രീയും പുരുഷനും അവരുടെ അന്ധക്കരണ തത്വം എന്ന് പറഞ്ഞാൽ അവരെ അവനവൻ ആരായി മാറി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു. തത്വം തത് ത്വം എന്നുള്ള ഭാവം വന്നു. ഞാനും നീയും രണ്ടും രണ്ടല്ല എന്നുള്ള ഒരു ഭാവം അവരിലുണ്ടായി, ഒരു പുരുഷനിലും സ്ത്രീയിലും. ആ ഭാവത്തിൽ നിന്ന് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക്, ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് അവരുടെ ഉള്ളിലുണ്ടായതായ ഒരു ആനന്ദ കണിക, ഞാനും നീയും ഒന്നെന്ന ആ ആനന്ദം, അത് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വന്നു ചേർന്നു. അതാണ് അപത്യം ഇതി കഥ്യത്തെ, നമ്മളായി രൂപപ്പെട്ടത് അല്ലേ? ഇപ്പം നമ്മളാരാ? അച്ഛൻ്റെയും അമ്മയുടെയും ഏകബോധമാകുന്ന ആനന്ദമാണ് നമ്മൾ അല്ലേ? ആ ആനന്ദമായി നമ്മൾ രൂപപ്പെട്ടു. ആനന്ദമായി, ആ ആനന്ദ കണികയായി നമ്മൾ വന്നതിന് ശേഷം കലലം, കർക്കന്ധു, പേശ്യണ്ടം എന്നിങ്ങനെയുള്ള ഭാവങ്ങളിലൂടെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ശരീരം നമുക്ക് രൂപപ്പെട്ടു വരികയാണ്. 5-ാം ദിവസം പേശ്യണ്ടമായി. 1 മാസം 2 മാസം കഴിഞ്ഞു. 3-ാം മാസം എത്തിയപ്പോഴേക്കും ആണോ പെണ്ണോ എന്ന് തീരുമാനിച്ചു. ആര്? നമ്മളാണോ തീരുമാനിച്ചത്? ഗർഭം ധരിച്ച അമ്മയാണോ തീരുമാനിച്ചത്? ആരാ തീരുമാനിച്ചത്? ആ 3 മാസം കഴിഞ്ഞു. പിന്നെ 4 മാസം, 5 മാസം, 6 മാസം കരചരണാദികളെ നഖലോമാദികളൊക്കെ വന്ന് 7-ാം മാസം ബോധം വന്നു. ബോധം അതിനു മുമ്പ് ഉണ്ടെങ്കിലും ഇപ്പോൾ വന്ന ബോധം ചുറ്റുമുള്ള ശബ്ദങ്ങളെ, അനുഭവങ്ങളെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് 7 മാസം കഴിഞ്ഞ് 8-ാം മാസമായാൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കില്ല അല്ലേ? ആളുകൾ അധികം കൂടി നിൽക്കുന്ന സ്ഥലത്തേക്കോ വലിയ ശബ്ദങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്കോ പോകരുത് എന്നാണ് പറയുക. എന്താ കാരണം? 7 മാസം കഴിഞ്ഞ് 8-ാം മാസം ആയി കഴിഞ്ഞാൽ പിന്നെ ഏത് സാഹചര്യങ്ങളാലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കുട്ടി ചിലപ്പോൾ പുറത്ത് വന്നു എന്ന് വരാം അല്ലേ? അതുകൊണ്ടാണ് 8-ാം മാസമായാൽ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറയുന്നത്. ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ എന്തുണ്ടാകും? കഥന പൊട്ടും, വലിയ പെട്ടെന്നുള്ള മണിനാദം കേൾക്കും. ഇതൊക്കെ കുട്ടിയുടെ
കുട്ടിയെ സ്വാധീനിക്കുന്നു, ഉദരത്തിലുള്ള കുട്ടിയെ. അപ്പം അതുകൊണ്ടാണ് വലിയ കോലാഹലങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ ആ സമയത്ത് ആവുന്നത്ര എന്ത് വേണം, ആ സമയത്തല്ല, ഉദരത്തിൽ ജീവൻ വന്നു എന്ന് അറിഞ്ഞ നിമിഷം മുതലേ നല്ലത് കേൾക്കുക, നല്ലത് ചിന്തിക്കുക, സംഗീതം കേൾക്കുക, നല്ല കാഴ്ചകൾ കാണുക. അങ്ങനെ 9 മാസമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മലയാള മാസക്കണക്കനുസരിച്ച് 10 മാസം. പ്രസൂനവായുവിലൂടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഉറക്കെ കരഞ്ഞു നമ്മളെല്ലാവരും, അല്ലേ? കരഞ്ഞ നിമിഷം പേശികളെല്ലാം വലിഞ്ഞു, ഹൃദയം അതാ സ്വതന്ത്രമായി മിടിക്കാൻ തുടങ്ങി. അതുവരെ ആ ഹൃദയമിടിപ്പും അമ്മയുടെ ഹൃദയമിടിപ്പും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. പൊക്കിൽ കൂടി മുറിച്ച നിമിഷം മുതൽ ഞാൻ ജനിച്ചു, അല്ലേ? ഞാൻ ജനിച്ചു. അതുവരെ അമ്മയുടെ ശ്വാസമായിരുന്നു നമ്മുടെ ശ്വാസം, അമ്മയുടെ ചിന്തകളായിരുന്നു നമ്മുടെ ചിന്ത, അമ്മയുടെ ചൂടായിരുന്നു നമ്മുടെ ചൂട്, അമ്മയുടെ ഭക്ഷണമായിരുന്നു നമ്മുടെ ഭക്ഷണം. പൊക്കിൽ കൂടി മുറിച്ച നിമിഷത്തിൽ ഞാൻ ശ്വസിക്കാൻ തുടങ്ങി, എൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി, എൻ്റെ കണ്ണുകൾ ചലിക്കാൻ തുടങ്ങി, ഞാൻ കേൾക്കാൻ തുടങ്ങി, ഞാൻ അറിയാൻ തുടങ്ങി, ഞാൻ അനുഭവിക്കാൻ തുടങ്ങി, ഞാനായി. അന്നത്തെ ആ കരച്ചിലിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലായേനെ. ഓരോ കുഞ്ഞിൻ്റെ കരച്ചിലും ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെ വിളിച്ചു പറയുന്നു. നമ്മളും പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെ അറിഞ്ഞിട്ടാണ് ആദ്യം കരഞ്ഞത്. കരഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവും? തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സിസ്റ്റർ പിടിച്ച് കാലുമ പിടിച്ച് തല കീഴായി തൂക്കി പിടിച്ച് 2 അടി തരും, അപ്പൊ കരയും. അന്ന് കരഞ്ഞു തുടങ്ങിയതാണ് നമ്മൾ, ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ന് ചിരിച്ചു തുടങ്ങിയതാണ് നമ്മൾ, ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചിരിയും കരച്ചിലുമല്ലേ യഥാർത്ഥത്തിൽ ജീവിതം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് ആരാ? നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചബോധം, പ്രകൃതിയുടെ താളം. ശ്വസിക്കുന്നുണ്ടോ? ശ്വസിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? ഒന്ന് നോക്കൂ, ശ്വസിക്കുന്നുണ്ടോ നോക്കൂ. ഇല്ലേ? ആർക്ക് വേണ്ടിയാണ് നിങ്ങളൊക്കെ ശ്വസിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ശ്വസിക്കുന്നത്? നമുക്ക് വേണ്ടി, അല്ലേ? നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ടാവണം. ഞാൻ ഇന്ന് ശ്വസിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അയ്യോ, കഴിഞ്ഞ ആഴ്ച ഞാൻ ശ്വസിക്കാൻ മറന്നു, ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ഹൃദയം മിടിക്കുന്നുണ്ടോ? നോക്കൂ, ഉണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചില്ലെങ്കിലും ആ ഹൃദയം മിടിക്കും, നിങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണോ നിങ്ങൾ ശ്വസിക്കുന്നതും നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നതും? ആണോ? നിങ്ങൾ ജനിച്ചത് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലെന്നിരിക്കെ നിങ്ങൾ ശ്വസിക്കുന്നതും നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടത്തിനല്ലെന്നിരിക്കെ, ഇനി നിങ്ങൾ മരിക്കാൻ പോകുന്നതും നിങ്ങളുടെ ഇഷ്ടത്തിനല്ലെന്നിരിക്കെ, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും, ചിലപ്പോൾ ഞാൻ മരിക്കും, നീ ആരാ അന്വേഷിക്കാൻ എന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തോന്നുമ്പോൾ അവസാനിപ്പിക്കാനല്ല നിങ്ങൾ ജനിച്ചത്. കാരണം നിങ്ങൾ ജനിച്ചത് പോലും നിങ്ങളുടെ ഇഷ്ടത്തിനല്ലെന്നിരിക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മരിക്കാൻ അവകാശമില്ല. എന്തിനു മരിക്കണം? ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദ് അപരിഹാര്യാർത്ഥേ നസ്ത്വം ശോചിതുമർഹസി. ജനിച്ചവന് മരണമുണ്ട്, മരിച്ചവന് ജനനമുണ്ട്.
ഒരു പരിഹാരവുമില്ലാത്തതാണ് ഈ കാര്യമെന്നിരിക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കാൻ നിനക്കെന്ത് അവകാശം? ഭഗവാൻ ചോദിച്ചതാണ്. അർജുനനോട് മാത്രമല്ല, ലോകത്തിനോട് മുഴുവൻ, നമ്മളോടൊക്കെ. എന്തിന് അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നു? അപ്പോൾ നമ്മുടെ ജീവിതം ഈ പ്രകൃതിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി ഈശ്വരേച്ഛയാൽ നമ്മുടെ ഹൃദയം പിടിക്കാൻ തുടങ്ങി, നമ്മൾ ശ്വസിക്കാൻ തുടങ്ങി, നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളെപ്പോൾ കരയണം, നമ്മളെപ്പോൾ ചിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണം എന്നത് ഈ പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നത് പോലെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്ന തിരിച്ചറിവാണ് പുനരുപാഖ്യാനം തരുന്നത്. അപ്പം എന്ത് വേണം? അങ്ങനെയുള്ള ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഈ ശരീരത്തിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ പ്രകൃതിയിലേക്ക്, ഈ സമൂഹത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് എന്തെന്ത് നന്മകൾ ചെയ്യാൻ സാധിക്കുമോ, എത്രത്തോളം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ, സ്നേഹിക്കുക, ആനന്ദിക്കുക. അല്ലേ? അതിമനോഹരമായ ഈ ജീവിത സന്ദേശമാണ് ഭാഗവതം അനുനിമിഷം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കഥയിലൂടെയും ഭക്തി എന്നാൽ ഈശ്വരനോട് നിങ്ങൾക്ക് എന്തൊരു ഭാവമാണോ ഉള്ളത്, ആ ഭാവം ആത്മാർത്ഥമാണെങ്കിൽ അതേ ഭാവം നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു തുളസിച്ചെടിയോടും, ഒരു മാവിനോടും, ഒരു ഉറുമ്പിനോടും, ആനയോടും, ഒട്ടകത്തോടും, നിങ്ങളുടെ അയൽക്കാരനോടും, എന്തിന് നിങ്ങളോട് പോലും ഉണ്ടായിരിക്കണം. സർവഭൂത ദയാഭാവം, സ്നേഹസ്വരൂപമാണ് ഈശ്വരൻ. പഠിപ്പിക്കുക. സ്വാർത്ഥത, ആ സ്വാർത്ഥത കഠിനമാകും തോറും നമുക്ക് ഈ സ്നേഹത്തിൻ്റെ അനുഭവം നഷ്ടപ്പെടുന്നു. ഭക്തി എന്താണ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പ്രചേതസ്സുകൾ തപസ്സുണർന്നു. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്രയും കാലം, കുറേ കാലത്തെ തപസ്സാണ്. പ്രാചീന ബർഹിസ് കാട്ടിപ്പോയി മോക്ഷം നേടിയതിനു ശേഷം ഭൂമിയിൽ ആരും ഭരിക്കാനില്ല. ഭൂമിയെ ഭരിച്ച രാജാക്കന്മാരെ കുറിച്ചാണ് കേട്ടോ ഈ പറയുന്നത്. ഭാരതത്തെ ഭരിച്ച ആളുകളെയല്ല പറയുന്നത്, ഭൂമിയെ ഭരിച്ചവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഭൂമിയിൽ മുഴുവൻ വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു. മറ്റു ജീവജാലങ്ങൾക്കൊന്നും പറ്റാത്ത വിധം വൃക്ഷലതാദികൾ തിങ്ങി നിറഞ്ഞപ്പോൾ പ്രചേതസ്സുകൾക്ക് കോപമുണ്ടായി. അവരുടെ കോപാഗ്നിയിൽ വൃക്ഷങ്ങളൊക്കെ കത്തി എരിയാൻ തുടങ്ങി. അപ്പോഴേക്കും വൃക്ഷങ്ങളുടെ നാഥനായിരിക്കുന്ന സോമൻ, ചന്ദ്രൻ. ആരായി സോമൻ? ഞാൻ മുമ്പേ കഥ പറഞ്ഞതാണ്. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും മക്കളായി ത്രിമൂർത്തികൾ ജനിച്ചപ്പോൾ ബ്രഹ്മാവാണ് സോമനായി ജനിച്ചത്, മഹാവിഷ്ണു ദത്താത്രേയനായി ജനിച്ചു, ശ്രീരുദ്രൻ ദുർവാസാവ് മഹർഷിയായി ജനിച്ചു എന്ന് നേരത്തെ പറഞ്ഞു. ആ സോമൻ വന്നു, പ്രചേതസ്സുകളെ പിന്തിരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വൃക്ഷങ്ങൾക്കൊരു പുത്രിയുണ്ട്, അവളുടെ പേരാണ് വാർക്ഷി. വൃക്ഷങ്ങൾക്ക് അങ്ങനെ ഒരു പുത്രി ഉണ്ടായത് എങ്ങനെയാ? പണ്ട് കണ്ടു മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആകാശമാർഗത്തിലൂടെ പ്രംളോജ എന്നൊരു അപ്സരസുന്ദരി ആ ആശ്രമത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇത് ഒരു മഹർഷിയുടെ ആശ്രമമാണ് എന്ന് അവൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. കണ്ടു മഹർഷിയുടെ കണ്ണുകളിൽ നിന്നുള്ള തേജസ് ഈ അപ്സരസിൽ പതിച്ചതും അപ്സരസാകെ വിയർത്തൊഴുകി അവരുടെ വിയർപ്പ് തുള്ളികൾ വൃക്ഷലതാദികളിൽ വന്ന് വീണു. ആ വൃക്ഷലതാദികളിൽ വന്ന് വീണ വിയർപ്പ് തുള്ളികളെല്ലാം കൂടിച്ചേർന്ന് മഹർഷിയുടെ ആ ഉഗ്രമായിരിക്കുന്നതായ തേജസ്സും കൂടിച്ചേർന്ന് അത് ഒരു ശിശുവായി മാറി, ഒരു പെൺകുട്ടിയായി മാറി. ആ പെൺകുട്ടിയെ വൃക്ഷങ്ങൾ എടുത്ത് വളർത്തിയതിനാൽ അവൾക്ക് വാർക്ഷി എന്ന പേരുണ്ടായി. ആ വാർക്ഷി എന്ന കന്യകയെ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 10 പേരാണ് പ്രചേതസ്സുകൾ. ആ 10 പേർക്ക് വാർക്ഷി ധർമ്മപത്നിയായി. ആ 10 പേരുടെ തേജസ്സിൽ നിന്നും വാർക്ഷിയിൽ ഒരു പുത്രൻ ജനിച്ചു. അവന്റെ പേരാണ് ദക്ഷൻ. ഈ ദക്ഷനെ നമ്മൾ കണ്ടതാണല്ലോ ദക്ഷയാഗ സമയത്ത്. ആ ദക്ഷൻ തന്നെയാണ് ഭഗവതിയെപ്പോലും പുത്രിയായി കിട്ടിയിട്ടും വേണ്ടതുപോലെ ഭക്തിയുടെ മഹത്വത്തെ മനസ്സിലാക്കാൻ കഴിയാത്തത് മൂലം ദക്ഷ പ്രജാപതി പുനർജനിക്കുകയാണ് പ്രാചേതസ ദക്ഷനായി.
ഇവിടെ വിതുര മൈത്രേയ സംവാദം അവസാനിക്കുകയാണ്. കാളിന്തി തീരത്ത് വെച്ച് ഉദ്ധവരെ കണ്ട വിതുരര് ഭാഗവത ധർമ്മം എനിക്ക് ഉപദേശിച്ചു തരൂ, അങ്ങേക്ക് കൃഷ്ണൻ ഉപദേശിച്ചു തന്ന ധർമ്മത്തെ എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവര് മൈത്രേയനെ അതാ ഭഗവാൻ വിതുരർക്ക് ഭാഗവത ധർമ്മം ഉപദേശിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ച് ഈ വിതുര മഹാശയനെ ബദര്യാശ്രമത്തിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ബദര്യാശ്രമത്തിലെത്തിയ വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് പ്രപഞ്ച സർഗത്തെക്കുറിച്ച്, പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടിയിൽ ഈശ്വരൻ എങ്ങനെയാണ് വിരാജിക്കുന്നത് എന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ട് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുത്ത കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. 4ാമത്തെ സ്കന്ധം അവിടെ പൂർണ്ണമായി. 5ാമത്തെ സ്കന്ധം സ്ഥാനം എന്ന ലക്ഷണത്തോടു കൂടിയ കഥകൾ ആരംഭിക്കുന്നു. അമൃതം സംസ്കൃതം